ഹായ് ഫ്രണ്ട്സ്, ഐ എം വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ വാങ്ങിച്ചു വരുന്ന മാംഗോ പ്ലാന്റ്സ് നമുക്ക് എങ്ങനെ അതിനെ ട്രെയിൻ ചെയ്തെടുത്ത് അതൊരു വളരെ പൊക്കം വയ്ക്കാത്ത രീതിയിൽ നമ്മൾ കായ്പ്പിച്ചെടുക്കാനുള്ള സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഒരു പ്ലാന്റ് തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിക്കാൻ പറ്റില്ല. അപ്പം അത് ഒരുപാട് ടൈം എടുക്കും. അപ്പം നമുക്ക് പല ഘട്ടത്തിൽ വളർന്നിരിക്കുന്ന പ്ലാന്റ്സിന്, അതായത് ചെറിയ പ്ലാന്റ് തൊട്ട് വലിയ പ്ലാന്റ് ആവണ വരെ ഉള്ളതിന് ഓരോ പ്ലാന്റായിട്ട്, അതായത് നമ്മുടെ വീട്ടിലുള്ള പ്ലാന്റുകൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് നമുക്ക് കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് മാവിൻ്റെ ഡിഫറൻറ്റ് സ്റ്റേജസ് ഒക്കെ നമുക്ക് പ്രൂൺ ചെയ്ത് ബുഷാക്കി കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ചെറിയ തൈ തൊട്ട് കുറച്ച് വളർന്ന തൈ, ബാഗിൽ വെച്ചിരിക്കുന്ന തൈ, അങ്ങനെ ഓരോ ഘട്ടമായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഓരോ ചെടിയായിട്ട് കണ്ടുവരാം. ഫ്രണ്ട്സ്, എക്സാമ്പിളിനൊരു ചെടി എടുക്കുകയാണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പം ഈ സൈസിൽ മേടിക്കണമെന്ന് വിചാരിച്ചു. അപ്പം ഇതൊരു 2 അടി ഹൈറ്റ് വരുന്ന ഒരു ചെറിയൊരു മാംഗോ പ്ലാന്റാണ്. അപ്പം നമ്മളിത് ഇതിൻ്റെ താഴെ ഒന്നേ ഒരു ബഡ് കാണും, അല്ലെങ്കിൽ ഇതൊരു വി ഗ്രാഫ്റ്റ് അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇത് വളർന്ന് ഈ ഒരു ലെവലിലെത്തുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പോർഷനിൽ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ഇലയുടെ സൈഡ് ഉണ്ടോ ഈ ഇവിടെ ഒരു മുളപ്പ് വരുന്നുണ്ടോ, അവിടെ ഇങ്ങനെ ചുറ്റാകെ വരും. അപ്പോൾ നമുക്ക് എത്ര ബ്രാഞ്ചസ് വേണോ ആ കണക്കിന് വെട്ടി നിർത്തിയാൽ നമുക്ക് ആ തുടക്കത്തിൽ ബുഷായിട്ട് വരും. ഇതൊരു മാംഗോ പ്ലാന്റ്, ഇത് ബഡല്ല, സാധാ അണ്ടി വീണ് പൊടിച്ചതാണ്. ഇതിപ്പം ഇതൊരു 2.5 അടി ഹൈറ്റ് വരുന്നത്. നമുക്ക് എത്ര ഹൈറ്റിലാണോ ബ്രാഞ്ചസ് വരേണ്ട അവിടെ ഇത് നമുക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് സാഫ എന്തെങ്കിലും തേക്കുക. എന്നിട്ട് ഈ ഇലയുടെ സൈഡിൽ കൂടിയെല്ലാം ബ്രാഞ്ചസ് വരും. അതാണ് സ്റ്റാർട്ടിങ് സ്റ്റേജ്. നമുക്ക് അടുത്ത സ്റ്റേജിലോട്ട് പോകും. ഫ്രണ്ട്സ്, അതുകണ്ട ഇത് കുറച്ചുകൂടി വളർന്നതിന് ശേഷം കണ്ട ബ്രാഞ്ചസ് അവിടെ നിന്ന് വരുന്നത് കണ്ട. ഇതൊരു അടുത്ത സ്റ്റേജായിട്ട് നോക്കാം. കണ്ട, ഇത് മൂവാണ്ടനാണ്. അതേപോലെ കുറച്ചുകൂടി വളർന്ന് നമുക്ക് കട്ട് ചെയ്തത് ഇതേപോലെ ബുഷായിട്ട് ബ്രാഞ്ചസ് ആയിട്ട് അതിൻ്റെ അടുത്തൊരു സ്റ്റേജാണ്. കണ്ട, ഇത് ചക്കരക്കുട്ടിയാണ്. കണ്ട, ഇത് ഒരു സ്റ്റെമ്മായിട്ട് വന്നിട്ട് ഇവിടെ വെച്ചിട്ട് നമ്മൾ 3 ബ്രാഞ്ചസ് ആക്കി കട്ട് ചെയ്തിട്ടുണ്ട്. വേണ്ട, അപ്പോൾ അതൊരു നല്ലൊരു ബുഷായിട്ട് വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ്, അതേപോലെ തന്നെ ഈ മാവ്, ഇത് കർപ്പൂര മാവാണ്. കണ്ട, ഇതിൻ്റെ ബ്രാഞ്ചസായി ഇപ്പോൾ നല്ലൊരു ബുഷായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ബ്രാഞ്ചസ് നമുക്ക് ഒരുപാടാക്കി കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്തൊരു സ്റ്റേജ് കൂടി നോക്കാം. അട്ടിമോണും ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് നിർത്തി കണ്ട ഈ ബ്രാഞ്ചായിട്ട് വന്നിട്ട് ഇവിടെ സെൻറ്റർ വന്നിട്ട് ബ്രാഞ്ചസ് ആക്കി കണ്ട ഇവിടെ 3-4 ബ്രാഞ്ചസ് ആക്കി കണ്ടോ. അതേപോലെ തന്നെയാണ് അതിനെക്കാട്ടി കുറച്ചുകൂടി വളർന്ന ഒരു പാകിസ്ഥാനി മാവാണ്. കണ്ടോ, ഇതേപോലെ ഒരു സ്റ്റെം വന്നിട്ട് ബ്രാഞ്ചസായി നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ വരും. കണ്ടോ, ഇവിടെ വന്നിട്ട് നമുക്കൊരു കട്ട് ചെയ്യണ ഒരു 3 ബ്രാഞ്ചോ 4 ബ്രാഞ്ചോ ആയിട്ട് നിർത്തി കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് പ്രാവശ്യം പൂത്തതാണ്. കണ്ടോ, പൂ പൊഴിഞ്ഞു പോയി. കണ്ടോ, ഒരു ഹെൽത്തി 4-5 ബ്രാഞ്ച് നമുക്ക് നിർത്തി കൊടുക്കുക. കണ്ടോ, ഇതേപോലെ ബ്രാഞ്ചസ് വരും ഇവിടെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ബ്രാഞ്ചസ് ഒരു 3-4 ബ്രാഞ്ച് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളത് കട്ട് ചെയ്ത് നിർത്തുക. ഇതേപോലെ നമുക്ക് നല്ല ബുഷായി മാവ് വരും. അതേപോലെ ഒരു മാവാണിതും. ഇത് കൊബേരി എന്ന് പറഞ്ഞൊരു മാവാണിത്. ഇത് പച്ചയിൽ നല്ല മധുരമുള്ള ഒരു ടൈപ്പ് മാവാണിത്. ഇതിൻ്റെ അടുത്ത സ്റ്റേജ് കുറച്ചുകൂടി ഹൈറ്റായ മാവാണ് ഇത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്ന ഒരു മാവാണ്. മിയസാക്കി എന്ന് പറയുന്ന ഒരു മാവാണ്. അത് നമ്മളിതേപോലെ ബുഷാക്കി നിർത്തിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അതേപോലെ ഒരു മാവാണിത്. കൊട്ടർക്കോണമാണ്. കൊട്ടർക്കോണം ഇതൊരു ബഡ് ആണ്. അപ്പോൾ നമ്മളിത് വെച്ച് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് ബ്രാഞ്ചസായി ഇതുണ്ട്. ഇതേപോലെ നല്ല ബുഷായി ഇതുണ്ട്. നമ്മൾ ഓരോ ഘട്ടമായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് എത്ര ഹൈറ്റ് വേണോ ആ ഹൈറ്റിൽ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് ഈ ബ്രാഞ്ച് ഇപ്പം വളർന്നു വന്ന് ഇവിടെ ഒന്ന് പുഷാക്കി നമുക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഓരോ ഘട്ടമായിട്ട് നമ്മൾ
എത്ര ഡെൻസിറ്റി എത്രയും തിക്കായിട്ട് വളരണോ അത്രയും ബ്രാഞ്ചസ് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഇവിടെ വെച്ച് ബ്രാഞ്ചസ് വേണമെങ്കിൽ നമ്മൾ ഞാൻ ഇവിടെ വെച്ചാണ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് തന്നെ ഒരു 3-4 ബ്രാഞ്ച് ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് എത്ര ബ്രാഞ്ചസ് ആയിട്ട് നിർത്തണോ അത് മാത്രം നിർത്തി ബാക്കി അങ്ങ് ഒഴിവാക്കി കൊടുത്താൽ മതി. അല്ല അപ്പം ഈ സ്ഥലത്ത് നിന്ന് തന്നെ എത്ര ബ്രാഞ്ച് വൈസ് ഉണ്ട്? 1 2 3 4 5 ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു 3 ഹെൽത്തി ആയിട്ട് ഇപ്പോൾ ഇതിൽ കാണാൻ ഹെൽത്തി ആയിട്ടുള്ള ബ്രാഞ്ച് ഇത് ഇത്രയും ബ്രാഞ്ചസ് മാത്രം നിർത്തിയാലും മതി. അത് നമ്മളെ ചെടിയുടെ ആരോഗ്യം അനുസരിച്ച് നിർത്തിയാൽ മതി. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ബുഷാക്കി നിർത്തിയ ഒരു മാവ് കാഴ്ചതാണിത്. ഇത് കൊശ്ശേരിയിലാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഇത് ഇട്ടിട്ടുണ്ട്. കണ്ടോ, കൊശ്ശേരി മാങ്കോ ആണ്. അതെ, നല്ല ബുഷായിട്ട് നിൽപ്പുണ്ട്. ഉണ്ടോ, ഇത് കാലാപ്പാടി. ആക്ച്വലി ഇത് ഞാൻ ഇങ്ങനെ ട്രെയിൻ ചെയ്തില്ല. ആൾറെഡി ഇതിന് വരുമ്പോഴേ ബുഷ് ബ്രാഞ്ചസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇതിന് മാത്രം ഇങ്ങനെ ട്രെയിൻ ചെയ്തിട്ടില്ല. ഞാൻ മേടിച്ച് വെച്ചതിന് ശേഷം പ്രൂൺ ചെയ്തെടുക്കും മാങ്ങ ഉണ്ടായതിന് ശേഷം. അല്ലാതെ ഇത് ബുഷാക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തെടുത്തിട്ടില്ല. ഇത് സൂപ്പർ ക്യൂൻ മാങ്കോ ആണ്. ഇതും ഇതേപോലെ ബാഗിൽ നിൽക്കുന്നതാണ്. ഇത് ബാഗിൽ നട്ടിരിക്കുന്ന കിങ് ഓഫ് ടെക്പത്ത് എന്ന് പറയുന്ന ഒരു വെറൈറ്റി മാവാണ്. കണ്ടോ, അതിൻ്റെ മെയിൻ സ്റ്റെമ്പ് വന്നിട്ട് ഇവിടെ ഗ്രാഫ്റ്റാണ്. ഇവിടെ വന്നിട്ട് ഇവിടെ 2 ബ്രാഞ്ചായി കൊടുത്ത് അത് മേളിലോട്ട് വന്നതിന് ശേഷം ഇവിടെ വെച്ച് കട്ട് ചെയ്ത് 3 ബ്രാഞ്ചാക്കി അത് മേളിലോട്ട് പോയി അത് 4 ബ്രാഞ്ച്. അങ്ങനെയാണ് നമ്മൾ ഈ മാവിനെ ട്രെയിൻ ചെയ്ത് ബാഗിൽ നിർത്തിയിരിക്കുന്നത്. കണ്ടോ, നമ്മുടെ ആപ്പിൾ റൊമാനിയാണ്. അല്ല, ഇത് ബ്രാഞ്ച് വന്നിട്ട് പല ബ്രാഞ്ചസായിട്ട് മാറി ഉഷായി നിൽപ്പുണ്ട്. അതിൽ കാഴ്ചയ്ക്കുന്ന മാങ്കോസാണിത്. ഇത് ബാഗിൽ നിൽക്കുന്ന പ്ലാന്റാണ്. അടുത്തതായി നമ്മളെ വീട്ടിലുണ്ടായ കലാപ്പാടിയുടെ കലാപ്പാടി നമ്മളെ വീട്ടിൽ കാഴ്ചയായിരുന്നു. അപ്പം മാങ്ങ പറിച്ച് വെച്ചിട്ട് 2 ദിവസമായി. അതിപ്പം പഴുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് കഴിച്ച് നോക്കാം, അതിൻ്റെ റിവ്യൂ പറ്റി നോക്കാം. അപ്പോൾ നമ്മൾ ആൾറെഡി നേരത്തെ ഒരു 2-3 മാങ്ങ എടുത്ത് കഴിച്ചായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് റിവ്യൂവിന് വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം. ഫ്രണ്ട്സ്, ഇതാണ് കലാപ്പാടി മാങ്ങ. ഇതിപ്പം ഏകദേശം ഒരു 200 ഗ്രാമിന് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഞാൻ പറിച്ച് വെച്ചിട്ട് 2 ദിവസമായി. അപ്പം ഏകദേശം നല്ലൊരു വിളവായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കഴിച്ച് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒന്ന് തൊലി കളഞ്ഞാൽ നല്ലോണം പഴുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല മണമുണ്ട് കേട്ടോ. തോട് ചെത്തി കളഞ്ഞിട്ട് കഴിച്ച് നോക്കാം എങ്ങനെയാണ് എൻ്റെ ടേസ്റ്റ്. നല്ല കട്ടിയുണ്ട് കേട്ടോ തോടിന്, അതുകൊണ്ട് പുളി ശല്യമൊന്നുമില്ല. അങ്ങനെ നമ്മൾ കാലാപ്പാടി മൊത്തം ചെത്തി എടുത്തിട്ടുണ്ട്. മാങ്ങ നല്ല സൈസുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് കഴിച്ച് നോക്കാം. നല്ല പാകമായിട്ടുണ്ട്. കഴിച്ച് നോക്കാം. ഞങ്ങൾ ആരെന്ന് പറയുന്ന സാധനമില്ല. നല്ല ടേസ്റ്റാണ്. നല്ല മാവ് പോലെ ഇരിക്കുന്നത്. നല്ല മധുരമുണ്ട്. അപ്പം എല്ലാവരും ഇതുവരെ ആരെങ്കിലും കാലാപ്പാടി വെച്ചിട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട് ഒരു കാലാപ്പാടിയില്ല പ്ലാന്റ് വീട്ടിൽ വെച്ചു. ബർത്താണ്. നല്ല ടേസ്റ്റുണ്ട്. നല്ല മധുരമുണ്ട്. നാരില്ല. എൻ്റെ അഭിപ്രായത്തിൽ നല്ല ഒരു മാങ്കോ ആണ്. അങ്ങണ്ടിയുടെ സൈസ് ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇതിൽ പ്രത്യേകിച്ച് പുഴുക്കത്തൊന്നുമില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ചീരകൃഷി, ചുമന്ന വെണ്ട,
നമ്മളങ്ങനെ ഇപ്രാവശ്യം നമ്മളെ ഗാർഡനിലേക്ക് കുറച്ച് ചെടികൾ മേടിച്ചിട്ടുണ്ട്. അപ്പം ചെടി ഏതെന്ന് നോക്കാം. നമ്മൾക്ക് ഹോം ഗ്രൗണ്ടിൻ്റെ തൈയാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ മേടിച്ച ചെടികൾ ഏതെന്ന് നോക്കാം. നമ്മൾ ഒരു 3 ഐറ്റം ചെടികളാണ് ഇപ്രാവശ്യം മേടിച്ചിട്ടുള്ളത്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ മേടിച്ച കല്ലുകെട്ടി എന്ന് പറയുന്ന മാവ്. അത് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. ഈ പ്ലാന്റിന് നമ്മൾ ഏകദേശം ഒരു 475 രൂപ കൊടുത്തൊരു ഇതാണ് മാംഗോ കല്ലുകെട്ടി. ഞാൻ കുറേ കാലം കൊണ്ട് നോക്കിക്കൊണ്ട് നടന്നതാണ്. അപ്പം വലിയ പ്ലാന്റേ ഉള്ളതായിരുന്നു. അപ്പോൾ അത് മേടിച്ചു. കല്ലുകെട്ടിയാണ്. നല്ല ടേസ്റ്റുള്ള വെറൈറ്റി എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അതിൻ്റെ മാങ്ങ. ഫ്രണ്ട്സ്, അടുത്തത് ഹോം ഗ്രൗണ്ടിൻ്റെ J33 ആണ്. J33 ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഇലയുണ്ടല്ലോ, ഇല ഇങ്ങനെ മേളിലോട്ടാണ് J33. അപ്പോൾ നമ്മൾ മേടിച്ചിരിക്കുന്നത് പ്ലാന്റ് J33 നല്ല വലിപ്പമുള്ള ചക്കയാണ് ഈ J33. 75-400 രൂപ അടുപ്പിച്ചാണ് ഈ പ്ലാവിൻ്റെ. ബാഗ് ഇത്ര വലിപ്പമുണ്ട്. ചെറിയ ഏകദേശം ഇത്ര ഉണ്ടോ. ബഡാണ്. അതായത് J33 നല്ല ഇനം ഒരു പ്ലാവാണ് J33. വലിപ്പമൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റാണ്. ഈ പാക്ക് ഇത്തിരി സൂപ്പർ എർലി പോലെയല്ല, കുറച്ചുകൂടി സമയം എടുക്കും. അടുത്തത് മേടിച്ചത് നമ്മുടെ പുലാസാനാണ്. പുലാസാൻ P15 എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇതും ബഡാണ്. ബഡാണ്. പുലാസാൻ ഹോം ഗ്രൗണ്ട് തന്നെയാണ്. ഇത് ഏകദേശം 650 രൂപയാണ് ഇതിൻ്റെ വില. അതിൽ ചാമ്പ നിറച്ച് കാരണം പോയി കാ പിടിച്ചിട്ടുണ്ട്. നല്ല സൈസായിട്ടുള്ളതുകൊണ്ട് വേണ്ട നമുക്കൊരു വലിയാമ്പേ ഇതിൽ ഒരുപാട് കേടൊക്കെ വന്നിട്ടുണ്ട്. കണ്ട, ഇത് കേടാണ്. ഇതുണ്ട്. എന്തായാലും കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. മഴ സമയമാകുമ്പം ഈ ബാലിജാമ്പൽ കേട് വരും. അത്യാവശ്യം മധുരമുണ്ട്. നമ്മൾ നേരത്തെ മലയൻ ചാമ്പയും കാട്ടിയും ബാലി ചാമ്പ ടേസ്റ്റ് ഉണ്ട്. മഴ സമയമാകുമ്പോൾ കേടും ടേസ്റ്റ് കുറവും വരും. അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം പഴുത്ത് വരുമ്പം ഒരു റെഡ് ഷെയ്ഡ് ഇതിന് വരും. എന്തായാലും നമുക്കൊരു കുല എടുത്തെടുക്കാം. ഇതാ നിറച്ചിക്കൊണ്ട് ഒരുപാട് പൊഴിഞ്ഞും പോയിട്ടുണ്ട്. അടുത്തൊരു ഇനം ചാമ്പ നമുക്ക് മലയൻ ചാമ്പയാണിത്. ഇതിൻ്റെ വൈറ്റാണ്. എൻ്റെ റെഡ് ഉണ്ടായിരുന്നു, ടേസ്റ്റ് ഇല്ല, അതുകൊണ്ട് വെട്ടിക്കളഞ്ഞ്. കണ്ട, നിറച്ചിപ്പുണ്ട്. നമുക്കൊന്ന് പറിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വലിയ ടേസ്റ്റ് ഒന്നും പ്രതീക്ഷിക്കേണ്ട, പക്ഷേ കുഴപ്പമില്ല. ഇതിൻ്റെ റെഡ് വലിയ ടേസ്റ്റ് ഇല്ല. അത്യാവശ്യം ഒരു പുളി ചേർന്ന ഒരു മധുരമുണ്ട്. അപ്പം ഇതാണ് വലിയൊരു മരമായിരുന്നു. നമ്മളത് വെട്ടി മേളിലൊക്കെ നിറച്ച് ഇപ്പുണ്ട്. കുഴപ്പമില്ലാത്ത ഒരു ടേസ്റ്റ് ഉണ്ടെന്നേ പറയാൻ പറ്റുമല്ലോ. സ്ഥലമുണ്ടെങ്കിൽ നമുക്ക് ഈ ഇനം ജാമ്പ നമുക്ക് വീട്ടിൽ വളർത്താം. വലിയ മധുരമൊന്നുമില്ല. ഉപ്പിലിടാനും അച്ചാറിടാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കുല ജാമ്പയ്ക്ക കഴിക്കാൻ വേണ്ടി അടക്കാം. ബാക്കിയൊക്കെ എണ്ണാനും കിളിയൊക്കെ കളിച്ചുകൊണ്ട് പോവും. നമുക്ക് ആവശ്യമുള്ളത് അടുത്തെടുക്കാം. ഓക്കെ. നമ്മൾ ആവശ്യത്തിന് നമുക്ക് കുറച്ച് ചാമ്പയ്ക്ക, മറ്റത് ബലിജാമ്പ, ഇത് മലയൻ വൈറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈസ് ഇത്രയൊക്കെ തന്നെ, ഇച്ചിരി കൂടി സൈസ് വയ്ക്കാൻ തോന്നുന്നു, അല്ലാതെ വലിയ വലിപ്പമൊന്നും ഇല്ല. ഓക്കെ. ചാമ്പയ്ക്ക വീട്ടാവശ്യത്തിനൊക്കെ എടുത്തിട്ടുണ്ട്. ഇത്രയും ചാമ്പയ്ക്ക നമ്മൾ കുറച്ച് ചാമ്പയ്ക്ക നമ്മൾ എടുത്തിട്ടുണ്ട്. ഉപ്പിലിടാം.
അതായത് നമ്മുടെ N18 റംബൂട്ടാൻ എന്താണ് അവസ്ഥയെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തെയും കാട്ടിയും ഒരുപാട് കായ പിടിച്ചിട്ടുണ്ട്. ഇതുണ്ട് ഇവിടെ. ഒരു പ്രാവശ്യം വിള കിട്ടി അടുത്ത പ്രാവശ്യം താരതമ്യേന കുറവായിരിക്കും. നെല്ലൊക്കെ നിറച്ച് പിടിച്ചിട്ടുണ്ട് പ്രാവശ്യം. നെറ്റിട്ടാൽ നമുക്ക് എല്ലാം കിട്ടും, ഇല്ലെങ്കിൽ എല്ലാം പോവും. നമുക്ക് അത്യാവശ്യം പ്രൂൺ ചെയ്ത് കൊടുത്താൽ നമുക്ക് വലിയ ഹൈറ്റില്ലാതെ ഫലം ലഭിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടെ തീരുകയാണ്. അപ്പോൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ മറ്റുള്ളവരിൽ എത്തിക്കാൻ ഈ വീഡിയോ ഷെയർ ചെയ്തും കൊടുക്കാവുന്നതാണ്. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ഫ്രണ്ട്സ്.